നിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു. എൻ്റെ ഹൃദയം തന്നെയാണ് അയക്കുന്നത്. സുവിശേഷത്തെ പ്രതിയുള്ള എൻ്റെ ബന്ധിതാവസ്ഥയിൽ നിനക്കു വേണ്ടി എന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ അവനെ സന്തോഷപൂർവം എന്നോടൊപ്പം നിർത്തുമായിരുന്നു. നിന്റെ ഔദാര്യം നിർബന്ധത്തിലാകാതെ സ്വതന്ത്ര മനസ്സാൽ ആകുന്നതിനാണ് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്നും വേർപിരിഞ്ഞത് ഒരു പക്ഷേ നിത്യമായി അവനെ നിനക്ക് തിരിച്ച് കിട്ടുന്നതിനായിരിക്കും. ഇനി ഞാൻ ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെപ്പോലെ അവനെയും സ്വീകരിക്കുക. അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാൻ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു. എല്ലാം ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ നീ തന്നെയും മുഴുവനായി എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. അതേ സഹോദര, നീ കർത്താവിൽ എനിക്ക് ഈ സഹായം ചെയ്യുക. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ ഭാഗ്യവാൻ. യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ ഭാഗ്യവാൻ. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു. അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ ഭാഗ്യവാൻ. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് യേശു മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെ അല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവിടുന്ന് ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയുമരുത്. ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും.
എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാദാ സർവവും കാൽത്താരിൽ കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ സ്നേഹപൂർവം നൽകുന്നു നാദാ സർവവും കാൽത്താരിൽ കാണിക്കയാ ജീവന്റെ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ ഉയരുമിക്കാസയിൽ അർച്ചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും ഉയരുമിക്കാസയിൽ അർച്ചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും അലിവുടെ നാഥാ സ്വീകരിക്കൂ തിരുമുൾ കാഴ്ചയാ കൈക്കൊള്ളണേ അലിവുടെ നാഥാ സ്വീകരിക്കൂ തിരുമുൾ കാഴ്ചയാ കൈക്കൊള്ളണേ. സഹോദരൻ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പരമകാരുണികനായ ദൈവമേ, ഈ കാണിക്കുകളിൽ അങ്ങേ അനുഗ്രഹാശിസുകൾ ചൊരിയുകയും വിശുദ്ധ ജോസഫാദ് രക്തം ചിന്തി സാക്ഷ്യം വഹിച്ച വിശ്വാസത്തിൽ ഞങ്ങളെ ദൃഢീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തവൻ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറുവാനും മഹത്വത്തിൻ്റെ അക്ഷയകിരീടം അവരോടുകൂടെ കരസ്ഥമാക്കുവാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഇടയാക്കുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധിൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധിൻ ദൈവം പരിശുദ്ധിൻ
അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സമനസാരെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം അങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും
മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭൂരിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തിൻ താതാ, നിന്നാമം പൂജിത് മായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലു മായിടേണം. അന്നു വേണ്ടുന്നു ഒരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തിൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാരം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ നമ്മുടെ കർത്താവായ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ നീക്കിയിടും ശരീരത്തിൽ ദൈവത്തിൻ കുഞ്ഞാടേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഞങ്ങളിൽ നീ കനിയണമേ. കാരണമാക്കരുത് ദൈവത്തെ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും കൽപ്പനകളോട് തന്നെ ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതൻ. കർത്താവെ, അവിടുന്ന് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവിടുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ദിവ്യകാരുണ്യമേ കൃത്തിനാനന്ദമേ ദിവ്യകൂദാശയാൽ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യമാരാധന സ്തുതിനാഥ, നിത്യമാരാധന സ്തുതിനാഥ. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാതെ അർപ്പിക്കാം. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാതെ അർപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങിൻ്റെ സ്വന്തം, ദിവ്യ സൗഭാഗ്യം അങ്ങിൻ്റെ സ്വന്തം. ആത്മാവുണർന്നു നീ സ്തുതിഗീതികളാ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യമാരാധന സ്തുതിനാഥ, നിത്യമാരാധന സ്തുതിനാഥ. ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ ഇന്നാഥനൊപ്പം അങ്ങിൻ പാതയും ലക്ഷ്യവും. ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ ഇന്നാഥനൊപ്പം അങ്ങിൻ പാതയും ലക്ഷ്യവും. പാരിൻ ദുഃഖങ്ങൾ സർവം നിസ്സാരം, പാരിൻ ദുഃഖങ്ങൾ സർവം നിസ്സാരം. ഇന്നിൻ പൂക്കാലമായി യേശുവിനരികെ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യമാരാധന സ്തുതിനാഥ, നിത്യമാരാധന സ്തുതിനാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സ്വർഗീയ മേശ ധൈര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചൈതന്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. വിശുദ്ധ ജോസഫാത്തിൻ്റെ മാതൃകയാൽ സഭയുടെ ബഹുമതിക്കും ഐക്യത്തിനും വേണ്ടി ഞങ്ങളുടെ ജീവിതം ഹൃദയപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ സമാധാനത്തിൽ പൂവിക ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും ദൈവം മാറാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ആരെയും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദൈവയുടെ മാതാവേ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ജോസഫ് ആഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ.